നമസ്കാരം. പ്രധാന വാർത്തകൾ. പാലക്കാടിന്റെ മന്ത്രിതിളക്കത്തിൽ മാറ്റുകൂട്ടി എൻ ഷംസുദ്ദീൻ. 2011 മുതൽ തുടർച്ചയായി 3 തവണ മണ്ണാർക്കാട് അസംബ്ലി നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ച ഷംസുദ്ദീൻ 4ാം തവണ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. കെ എ തുളസി മന്ത്രിപദത്തിൽ. കോങ്ങാട് ഇടത് കോട്ട പൊളിച്ച് കെ എ തുളസി എന്ന വനിതാ നേതാവിന്റെ നിയമസഭാ പ്രവേശം. 1994 മുതൽ കോൺഗ്രസിലെ സജീവ സാന്നിധ്യം. ഒ ജെ ജനീഷിന്റെ മന്ത്രിസ്ഥാനം തൃശൂർ ജില്ലയ്ക്ക് ലഭിച്ച അംഗീകാരമാണെന്ന് തൃശൂർ DCC അധ്യക്ഷൻ ജോസഫ് ടാജറ്റ്. ജില്ലയിലെ മുഴുവൻ കോൺഗ്രസുകാരുടെ പേരിലും അഭിനന്ദനം അറിയിക്കുന്നതായും ജോസഫ് ടാജറ്റ്. പ്രതീക്ഷിക്കാതെ ലഭിച്ച മന്ത്രിപദത്തിൽ ഏറെ സന്തോഷത്തിൽ ജനീഷിന്റെ കുടുംബം. പിന്നിട്ട വഴികൾ ഏറെ ദുരിതം മകന് നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് അമ്മ പുഷ്പ. ജനീഷിന്റെ കഠിന പ്രയത്നത്തിന്റെ ഫലമാണ് പുതിയ പദവിയെന്ന് ഭാര്യ ശ്രീലക്ഷ്മി. പിന്നോക്ക വകുപ്പ് മന്ത്രിയായ കെ എ തുളസിക്കും UDF സർക്കാരിനും അഭിവാദ്യമർപ്പിച്ച് കോങ്ങാട് മണ്ഡലത്തിൽ മധുര വിതരണം. UDF മന്ത്രിസഭയുടെ സ്ഥാനാരോഹണം പായസം വിതരണം ചെയ്തും ആഹ്ലാദ പ്രകടനം നടത്തിയും പാലക്കാട് ടൗൺ നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആഘോഷിച്ചു. UDF മന്ത്രിസഭാധികാരമേറ്റത്തിൽ ഷൊർണൂർ STU മുനിസിപ്പൽ കമ്മിറ്റി നേതൃത്വത്തിൽ ലഡു വിതരണം. തൃശൂരിൽ നഗരം ചുറ്റി കോൺഗ്രസിന്റെ ആഹ്ലാദ പ്രകടനം. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത VD സതീശനു വേണ്ടി ഒറ്റപ്പാലം അമ്പലപ്പാറ മുതലപ്പാറ ഭഗവതി ക്ഷേത്രത്തിൽ പായസ വഴിപാട്. മണ്ണുത്തി വടക്കുംചേരി ദേശീയപാതയിൽ വാഹനാപകടത്തിൽ 2 സ്ത്രീകൾക്ക് ദാരുണാന്ത്യം. ഒരാളുടെ നില അതീവ ഗുരുതരം. തൃശൂർ എടത്തുരുത്തിയിൽ മദ്യപാനത്തെ തുടർന്നുണ്ടായ വാക്കുതർക്കം കൊലപാതകത്തിൽ കലാശിച്ചു. യുവാവിനെ കുത്തി കൊലപ്പെടുത്തിയ കേസിൽ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയും അയൽവാസിയുമായ അനൂപിനെ മണിക്കൂറുകൾക്കുള്ളിൽ പോലീസ് പിടികൂടി. സ്കൂൾ കുട്ടികൾക്കും മറ്റും വിൽപ്പന നടത്തുന്നതിനായി സൂക്ഷിച്ച ഹെറോയിനുമായി ഇതര സംസ്ഥാന തൊഴിലാളി അസുദുൽ ഇസ്ലാം തൃശൂർ റൂറൽ പോലീസിന്റെ പിടിയിൽ. ഡയലോഗ് തിയേറ്റർ ഫെസ്റ്റിവലിനെ കേരളത്തിൽ തന്നെ ഒരു സുപ്രധാന തിയേറ്റർ ഫെസ്റ്റിവലാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്ന് ഫെസ്റ്റിവൽ ഡയറക്ടർ അഭിമന്യു വിനയകുമാർ. മെയ് 20-21 തീയതികളിലായി മനുഷ്യരിയിൽ നടക്കുന്ന ഫെസ്റ്റിവലിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായും കേരളത്തിലുടനീളമുള്ള വിവിധ നാടകപ്രേമികളും ആസ്വാദകരും ഫെസ്റ്റിവലിന്റെ ഭാഗമാകുമെന്നും അഭിമന്യു വിനയകുമാർ. ഡയലോഗ് തിയേറ്റർ ഫെസ്റ്റിവൽ 2026 ഭാഗമായി ഷൊർണൂരിൽ അഭിനയ കളരിക്ക് തുടക്കം. നാടകം പ്രധാനപ്പെട്ട മാധ്യമമായി വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന് MR മുരളി. വാർത്തകൾ വിശദമായി. പാലക്കാടിന്റെ മന്ത്രിതിളക്കത്തിൽ മാറ്റുകൂട്ടി എൻ ഷംസുദ്ദീൻ. 2011 മുതൽ തുടർച്ചയായി 3 തവണ മണ്ണാർക്കാട് അസംബ്ലി നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ച ഷംസുദ്ദീൻ 4ാം തവണ സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രിയാണ്. മലപ്പുറം ജില്ലയിലെ പറവണ്ണയിൽ N മുഹമ്മദ് കുട്ടിയുടെയും PV മറിയക്കുട്ടിയുടെയും മകനായി ജനിച്ച ഷംസുദ്ദീൻ വിദ്യാർത്ഥി പ്രസ്ഥാനമായ MSFിലൂടെയാണ് പൊതുപ്രവർത്തന രംഗത്തെത്തിയത്. പറവണ്ണ ഗവൺമെന്റ് ഹൈസ്കൂൾ, തിരൂർ തുഞ്ചൻ കോളേജ്, PSMO കോളേജ് തിരൂരങ്ങാടി, കോഴിക്കോട് ഗവൺമെന്റ് ലോ കോളേജ് എന്നിവിടങ്ങളിൽ നിന്ന് വിദ്യാഭ്യാസം പൂർത്തിയാക്കി. പഠനകാലത്ത് പറവണ്ണ ഹൈസ്കൂളിൽ സ്കൂൾ ലീഡർ, MSF മലപ്പുറം ജില്ലാ പ്രസിഡന്റ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി, 4 തവണ കോഴിക്കോട് സർവകലാശാല UUC, 1991 സർവകലാശാല സെനറ്റിലെ വിദ്യാർത്ഥി പ്രതിനിധി എന്നീ സ്ഥാനങ്ങൾ വഹിച്ചു. മുസ്ലിം യൂത്ത് ലീഗ് മലപ്പുറം ജില്ലാ സെക്രട്ടറി, ജില്ലാ പ്രസിഡന്റ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നീ പദവികളും നേതൃത്വം നൽകി. BCom LLB അഭിഭാഷകനായ ഷംസുദ്ദീൻ 2005 മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു. 2011 മുതൽ തുടർച്ചയായി 3 തവണ മണ്ണാർക്കാട് അസംബ്ലി നിയോജകമണ്ഡലത്തെ നിയമസഭയിൽ പ്രതിനിധീകരിച്ചു. സംസ്ഥാന വഖഫ് ബോർഡ്, സംസ്ഥാന വൈൽഡ് ലൈഫ് അഡ്വൈസറി ബോർഡ് എന്നിവയിൽ നിയമസഭയിൽ നിന്നുള്ള പ്രതിനിധിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. റവന്യൂ, പൊതുമരാമത്ത്, സാമ്പത്തിക കാര്യങ്ങൾ എന്നിവയ്ക്കുള്ള സബ്ജക്റ്റ് കമ്മിറ്റികൾ, ലോക്കൽ ഫണ്ട് അക്കൗണ്ട് കമ്മിറ്റി, SC/ST കമ്മിറ്റി, നിയമസഭ എസ്റ്റിമേറ്റ് കമ്മിറ്റി എന്നീ കമ്മിറ്റികളിലും അംഗമായി ഷംസുദ്ദീൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ന്യൂഡൽഹിയിൽ നടന്ന നാഷണൽ ലെജിസ്ലേറ്റീവ് കോൺഫറൻസിലും മുംബൈയിൽ നടന്ന എസ്റ്റിമേറ്റ് കമ്മിറ്റികളുടെ ദേശീയ കോൺഫറൻസിലും കേരള നിയമസഭയെ പ്രതിനിധീകരിച്ചു പങ്കെടുത്തു. നിയമസഭയിലെ മികച്ച പ്രവർത്തനങ്ങൾക്കുള്ള KK നായർ സ്മാരക ശ്രേഷ്ഠ നിയമസഭ സാമാജിക പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. നിലവിൽ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറിയായും ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗമായും പ്രവർത്തിച്ചു വരികയാണ്. UDFന്റെ ഉരുക്കുകോട്ടയായ മണ്ണാർക്കാട്ടിൽ നിന്നും 25,903 വോട്ടിന്റെ ചരിത്ര ഭൂരിപക്ഷത്തിലാണ് N ഷംസുദ്ദീൻ വിജയിച്ച് കയറിയത്. VD സതീശൻ നയിക്കുന്ന പുതിയ മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ വകുപ്പാണ് N ഷംസുദ്ദീൻ കൈകാര്യം ചെയ്യുക. ഇന്ന് കേരളത്തിൽ പുതിയ മന്ത്രിസഭ ചുമതലയേൽക്കുകയാണ്. പാർട്ടി തീരുമാനപ്രകാരം ആ മന്ത്രിസഭയിൽ ശ്രീ VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയിൽ ഒരംഗമായി എന്നെയും നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഇതുവരെ നിങ്ങളുടെയൊക്കെ സഹകരണത്തോടുകൂടി പ്രത്യേകിച്ച് മണ്ണാർക്കാട് മണ്ഡലത്തിൽ 15 വർഷക്കാലം ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ പ്രവർത്തിച്ചു. എല്ലാവരും പിന്തുണച്ചിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട്.
ഇനിയുള്ള ഇന്ന് ഏൽക്കുന്ന ചുമതലയും നല്ല രീതിയിൽ നിർവഹിക്കാൻ എല്ലാവരുടെയും പിന്തുണയും സഹായവും പ്രാർത്ഥനയും ഉണ്ടാവണം. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കെ എ തുളസി മന്ത്രിപഥത്തിൽ. കോങ്ങാട് എന്ന ഇടതുകോട്ട പൊളിച്ചാണ് കെ എ തുളസി എന്ന വനിതാ നേതാവ് നിയമസഭയിലേക്ക് വിജയിച്ചു കയറിയത്. തൃശൂർ ജില്ലയിൽ കെ എ അയ്യപ്പന്റെയും എം കെ അമ്മിണിയുടെയും മകളായി ജനിച്ച കെ എ തുളസി 1994 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗമായാണ് പൊതുപ്രവർത്തനം തുടങ്ങുന്നത്. 2004 KPCC എക്സിക്യൂട്ടീവ് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു. 2016 മുതൽ 23 വരെ AICC അംഗമായിരുന്നു. 2021 മുതൽ KPCC ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു വരുന്നു. 2012 മുതൽ 17 വരെ സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗമായിരുന്നു. ചരിത്രത്തിൽ PGയും UGC സെറ്റ് യോഗ്യതയും നേടിയ തുളസി ദീർഘകാലമായി കോളേജ് അധ്യാപികയാണ്. നെന്മാറ NSS കോളേജിലെ ചരിത്ര വിഭാഗം മേധാവിയായ തുളസി കോളേജ് പ്രിൻസിപ്പളായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 2000 മുതൽ 2005 വരെ തൃശൂർ ജില്ലാ പഞ്ചായത്തിലെ ചേലക്കര ഡിവിഷനിൽ അംഗമായിരുന്നു. 2001 ചേലക്കരയിൽ നിന്നും നിയമസഭയിലേക്കും 2004 ഒറ്റപ്പാലം ലോക്സഭാ മണ്ഡലത്തിലേക്കും മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. ഭർത്താവ് VK ശ്രീകണ്ഠൻ MP. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. OJ ജനീഷിന്റെ മന്ത്രിസ്ഥാനം തൃശൂർ ജില്ലയ്ക്ക് ലഭിച്ച അംഗീകാരമാണെന്ന് തൃശൂർ DCC അധ്യക്ഷൻ ജോസഫ് ടാജറ്റ് പറഞ്ഞു. ജില്ലയിലെ മുഴുവൻ കോൺഗ്രസുകാരുടെ പേരിലും അഭിനന്ദനം അറിയിക്കുന്നതായും ജോസഫ് ടാജറ്റ് പറഞ്ഞു. ജില്ലയുടെ സമഗ്രമായ പുരോഗതിക്ക് മുതൽക്കൂട്ടാവുന്ന തീരുമാനമാണ് മുഖ്യമന്ത്രിയും ടീം UDFന്റെയും ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നും തീരുമാനത്തെ സർവാത്മാ സ്വാഗതം ചെയ്യുന്നു. നിയുക്ത മന്ത്രി OJ ജനീഷിനെ ജില്ലയിലെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരുടെയും പേരിൽ അഭിനന്ദിക്കുന്നതായും അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പ്രതീക്ഷിക്കാതെ ലഭിച്ച മന്ത്രിസ്ഥാനത്തിന്റെ സന്തോഷത്തിൽ OJ ജനീഷിന്റെ കുടുംബം. പിന്നിട്ട വഴികളിൽ ഏറെ ദുരിതം മകനെ നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് അമ്മ പുഷ്പ പറഞ്ഞു. MLA ആയതുതന്നെ വലിയ സന്തോഷത്തിലായിരുന്നു എന്നും മന്ത്രിസ്ഥാനം അപ്രതീക്ഷിതമായിരുന്നു എന്നും പുഷ്പ പറഞ്ഞു. മന്ത്രിയാകുന്നുള്ള പ്രതീക്ഷ ഉണ്ടായില്ല. MLA സ്ഥാനം കിട്ടിയപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു. കുറേ നാളത്തെ കഷ്ടപ്പാടിന്റെ ഒടുവിലാണ് ഇങ്ങനെ ഒരു MLA സ്ഥാനം കിട്ടിയത് തന്നെ. ഇപ്പൊ ഭയങ്കര സന്തോഷം മന്ത്രിയായാല്. എന്താണ് ആ പിന്നിട്ട വഴികളൊക്കെ എങ്ങനെയായിരുന്നു? പിന്നിട്ട വഴികൾ പറയുകയാണെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. എൻ്റെ തല്ലുകൊണ്ടിട്ടുണ്ട്, ജയിലിൽ കിടന്നിട്ടുണ്ട്, ഒരുപാട് ഞാനും വിഷമിച്ചിട്ടുണ്ട്. ഇവനിങ്ങനെ വരാണ്ടും തല്ലുകൊണ്ട് ആശുപത്രികളിലൊക്കെ കിടക്കുമ്പോഴൊക്കെ ഞാൻ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. ഇപ്പൊ ഭയങ്കര സന്തോഷം. ജനീഷിന്റെ കഠിന പ്രയത്നത്തിന്റെ ഫലമാണ് പുതിയ പദവിയെന്ന് ഭാര്യ ശ്രീലക്ഷ്മിയും പറഞ്ഞു. പറഞ്ഞപോലെ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. ഒത്തിരി സ്ട്രഗിൾസ് അനുഭവിച്ചു വന്ന ആളാണ്. അപ്പൊ അതിനൊക്കെ ഒരു റിസൾട്ട് കിട്ടി. ഭയങ്കര സന്തോഷം. അതിന്റെ ഒപ്പം ഒരു ഭാഗ്യം കൂടി ഉള്ള ആളാണെന്ന് തോന്നുന്നുണ്ടോ? മോൻ കല്യാണം കഴിഞ്ഞപ്പോഴാണ് അവന് ഭാഗ്യം ഉദിച്ചേക്കണത്. അതെ, ഭാഗ്യത്തിനല്ല, ആളിതിലേക്ക് ഇൻവെസ്റ്റ് ഇത്ര നാളത്തെ ആളുടെ എഫേർട്ടും ടൈമും എല്ലാം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മള് അത്രയും ജെന്യൂൻ ആയിട്ടൊരു കാര്യത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ അതിനൊരു റിസൾട്ട് കിട്ടുന്നു. അങ്ങനെ കരുതിയുള്ളൂ. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത VD സതീശന് വേണ്ടി ഒറ്റപ്പാലം അമ്പലപ്പാറയിൽ പായസ വഴിപാട്. അമ്പലപ്പാറ മുതലപ്പാറക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ആയിരുന്നു VD സതീശൻ ഉത്രാടം നാളിൽ കഠിന പായസ വഴിപാട് നടത്തിയത്. കോൺഗ്രസ് അമ്പലപ്പാറ മണ്ഡലം കമ്മിറ്റിയാണ് സത്യപ്രതിജ്ഞയ്ക്ക് മുൻപ് ക്ഷേത്രത്തിലെത്തി വഴിപാട് കഴിച്ചത്. 102 സീറ്റോടുകൂടി UDF നേതൃത്വത്തിലുള്ള മന്ത്രിസഭ അധികാരമേൽക്കുമ്പോൾ അതിൽ VD സതീശൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന്റെ സന്തോഷ സൂചകമായാണ് വഴിപാട് നടത്തിയത്. ശ്രീ VD സതീശൻ്റെ ജനകീയ സർക്കാരിന് അഭിനന്ദനങ്ങൾ. സത്യപ്രതിജ്ഞയോടനുബന്ധിച്ച് കടമ്പൂരിലെ ഞങ്ങളുടെ പ്രദേശത്തെ സ്കൂളുകളിലും അംഗനവാടികളിലും അതുപോലെ ചർക്കയിലും മധുര പലഹാരങ്ങളിലും വിതരണവും പാൽപ്പായ വിതരണവും ഉണ്ടായിരുന്നു. ഞങ്ങളുടെ അമ്പലമായ മുതലപ്പാറക്കാവിൽ സതീശൻ്റെ പേരിൽ വഴിപാടുകൾ, കടലപ്പായസവും മറ്റ് വഴിപാടുകളും സമർപ്പിച്ചു. ജനകീയ സർക്കാരിന് കൂടുതൽ ജനോപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കണമെന്ന് ആശംസിക്കുന്നു. പ്രദേശത്തെ അംഗനവാടികളിലും ഖാദി കേന്ദ്രത്തിലും ഉൾപ്പെടെ പ്രവർത്തകർ പായസ വിതരണം നടത്തി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞയോട് അനുബന്ധിച്ച് തൃശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിജയാഹ്ലാദ പ്രകടനം നടത്തി. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ DCC ഓഫീസിൽ നിന്നും ആരംഭിച്ച തൃശൂർ നഗരം സിറ്റി കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ സമാപിച്ചു. വഴിനീളെ പടക്കം പൊട്ടിച്ചും മധുര വിതരണം ചെയ്തും പ്രവർത്തകർ ആവേശം പ്രകടിപ്പിച്ചു. സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ തത്സമയം DCC ഓഫീസിൽ ഒരുക്കിയ വലിയ സ്ക്രീനിൽ കാണാൻ പൊതുജനങ്ങൾക്ക് അവസരം ഒരുക്കിയിരുന്നു. പിന്നോക്ക വകുപ്പ് മന്ത്രിയായ KA തുളസി ടീച്ചർക്കും UDF സർക്കാരിനും അഭിവാദ്യം അർപ്പിച്ചു. കോങ്ങാട് മണ്ഡലത്തിലും പരിസര പ്രദേശങ്ങളിലും UDFന്റെ നേതൃത്വത്തിൽ മധുര വിതരണം ചെയ്തു. മണ്ഡലം രൂപീകരിച്ചതു മുതൽ LDFന് ഒപ്പം നിന്ന കോങ്ങാട്ടിൽ അട്ടിമറിയിലൂടെയാണ് തുളസി ടീച്ചർ വൻ വിജയം നേടിയത്. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ പ്ലക്കാർഡുകൾ ഉയർത്തിയായിരുന്നു മധുര വിതരണം. UDF മന്ത്രിസഭയുടെ സ്ഥാനാരോഹണം പായസം വിതരണം ചെയ്തും ആഹ്ലാദ പ്രകടനം നടത്തിയും പാലക്കാട് ടൗൺ നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഘോഷിച്ചു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് രമേശ് പുത്തൂർ, കൗൺസിലർമാരായ ഷൈനി
സജിത്, പ്രിയ വെങ്കിടേഷ്, നേതാക്കളായ ഹരിദാസ് മച്ചിങ്ങൽ, വി ഷജിത് കുമാർ, കെ മോഹൻദാസ്, ഹക്കീം പുത്തൂർ, മനോജ് എം, ഷിബു സി എന്നിവർ നേതൃത്വം നൽകി. UDF മന്ത്രിസഭാധികാരമേറ്റതിൽ ആഹ്ലാദം പങ്കുവച്ച് STU ഷൊർണൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഡു വിതരണം ചെയ്തു. കാൽനട യാത്രക്കാർ, വ്യാപാര സ്ഥാപനങ്ങൾ, ബസ് സ്റ്റാൻഡ് പരിസരം, ഓട്ടോ സ്റ്റാൻഡുകൾ എന്നിവിടങ്ങളിലാണ് ലഡു വിതരണം ചെയ്തത്. മുനിസിപ്പൽ പ്രസിഡന്റ് അലി, സെക്രട്ടറി ജലീൽ, ജോയിന്റ് സെക്രട്ടറി നൌഷാദ്, ട്രഷറർ സലീം എന്നിവർ നേതൃത്വം നൽകി. മണ്ണുത്തി വടക്കുംചേരി ദേശീയപാതയിൽ ചുവന്ന മണ്ണിൽ വാഹനാപകടം. 2 സ്ത്രീകൾക്ക് ദാരുണാന്ത്യം, ഒരാൾ ഗുരുതരാവസ്ഥയിൽ. തൃശൂർ പെരിഞ്ഞനം സ്വദേശികളായ 75 വയസ്സുള്ള രാജലക്ഷ്മി, 78 വയസ്സുള്ള വിലാസിനി എന്നിവരാണ് മരിച്ചത്. കാറിലുണ്ടായിരുന്ന തൃശൂർ പെരിഞ്ഞനം സ്വദേശികളായ രാജലക്ഷ്മി, വിലാസിനി എന്നിവരാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന ഷീജ ഗുരുതരാവസ്ഥയിലാണ്. 5 പേരടങ്ങുന്ന സംഘം പാലക്കാട്ടേക്ക് വിവാഹത്തിന് പോയി തിരികെ വരുമ്പോഴായിരുന്നു അപകടം. പരിക്കേറ്റവരെ തൃശൂർ അശ്വിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂർ എടത്തുരുത്തിയിൽ മദ്യപാനത്തെ തുടർന്നുണ്ടായ വാക്കുതർക്കം കൊലപാതകത്തിൽ കലാശിച്ചു. എടത്തുരുത്തി കാളിക്കുട്ടി സാംസ്കാരിക നിലയത്തിന് സമീപമുള്ള വട്ടപ്പുള്ളി അനീഷാണ് കൊല്ലപ്പെട്ടത്. എടത്തുരുത്തി കാളിക്കുട്ടി സാംസ്കാരിക നിലയത്തിനു സമീപം വട്ടപ്പുള്ളി 47 വയസ്സുള്ള അനീഷാണ് കൊല്ലപ്പെട്ടത്. കൊട്ടാരപ്പറമ്പിൽ അനൂപാണ് അനീഷിനെ കത്തികൊണ്ട് കുത്തിക്കൊലപ്പെടുത്തിയത്. കഴിഞ്ഞ ദിവസം രാത്രി 7:30 കേസിനാസ്പദമായ സംഭവം. എക്സൈസിൽ പാചക തൊഴിലാളിയാണ് അനീഷ്. കൊലപാതകത്തെ തുടർന്ന് അനൂപ് ഒളിവിൽ പോയി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മദ്യപാനത്തിനിടയിലെ തർക്കത്തിൽ എടത്തുരുത്തിയിൽ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയും അയൽവാസിയുമായ അനൂപിനെ മണിക്കൂറുകൾക്കകം പോലീസ് പിടികൂടി. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPS നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ഞായറാഴ്ച വൈകിട്ട് 7 മണിയോടെ അനീഷും അനൂപും ഉൾപ്പെടെ 5 അംഗ സുഹൃത്തുക്കൾ അയ്യൻപടിയിലെ സുഹൃത്തിന്റെ വീട്ടിലിരുന്ന് മദ്യപിച്ചിരുന്നു. അവിടെ നിന്ന് പുറത്തിറങ്ങിയ ശേഷം രാത്രി 8 മണിയോടെ അനീഷും അനൂപും തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്നുള്ള വൈരാഗ്യത്താൽ അനൂപ് അനീഷിനെ ആക്രമിക്കുകയും കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് അനീഷിന്റെ വയറ്റിൽ കുത്തുകയുമായിരുന്നു. കുത്തേറ്റ അനീഷിന്റെ നിലവിളി കേട്ട് തൊട്ടടുത്ത് താമസിക്കുന്ന ജ്യേഷ്ഠൻ സന്തോഷും പരിസരവാസികളും ഓടിയെത്തി ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംഭവസ്ഥലത്തു നിന്ന് രക്ഷപ്പെട്ട പ്രതി അനൂപിനെ അയ്യൻപടി ഉന്നതിയിലെ ബന്ധുവീട്ടിൽ നിന്നുമാണ് തൃശൂർ റൂറൽ പോലീസ് പിടികൂടിയത്. അനൂപ് കയ്പമംഗലം, മതിലകം, കാട്ടൂർ പോലീസ് സ്റ്റേഷനുകളിലായി 5 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ SHO ബിജിത്ത്, SI മാരായ പത്മരാജൻ, ജോഷിർ, അജാസുദ്ദീൻ, CPO ഷിജു എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. സ്കൂൾ കുട്ടികൾക്കും മറ്റും വിൽപ്പന നടത്തുന്നതിനായി സൂക്ഷിച്ച ഹെറോയിനുമായി ഇതര സംസ്ഥാന തൊഴിലാളി അസദുൽ ഇസ്ലാം തൃശൂർ റൂറൽ പോലീസിന്റെ പിടിയിലായി. തൃശൂർ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPS നേതൃത്വത്തിലുള്ള ഡാൻസ് ഓഫ് സംഘവും കൊരട്ടി പോലീസും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും മറ്റും വിൽപ്പന നടത്താനായി സൂക്ഷിച്ച ഹെറോയിനുമായി ഇതര സംസ്ഥാന തൊഴിലാളി അസദുൽ ഇസ്ലാം എന്നയാളെ തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തു. മുരിങ്ങൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നാണ് തൃശൂർ റൂറൽ പോലീസ് സംഘം ഇയാളെ ഹെറോയിനുമായി പിടികൂടിയത്. പ്രതിക്കെതിരെ ബാലനീതി നിയമത്തിലെ ജാമ്യമില്ലാ വകുപ്പ് കൂടി കൂട്ടിച്ചേർത്ത് കേസെടുത്തു. നടപടിക്രമങ്ങൾക്കു ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. അസദുൽ ഇസ്ലാം 2025 ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ ഹെറോയിൻ വിൽപ്പന നടത്തിയ ഒരു കേസിലെ പ്രതിയാണ്. കോട്ടി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഹബീബുള്ള, ഡാൻസ് ഓഫ് GS മാരായ സതീശൻ മടപ്പാട്ടിൽ, മൂസ PM, ASI മാരായ റജി AU, ബിനു MJ, CPO ശ്രീജിത്ത് EV, പ്രൊബേഷണറി SI അരുൺ, GSI ജോയ്, GASI ഷിജോ, സീനിയർ CPO മാരായ നിഖിൽ, ആന്റണി എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഡയലോഗ് തിയേറ്റർ ഫെസ്റ്റിവൽ 2026 ഭാഗമായി ഷൊർണൂരിൽ അഭിനയ പരിശീലന കളരിക്ക് തുടക്കമായി. നാടകം പ്രധാനപ്പെട്ട മാധ്യമമായി വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന് പരിശീലന കളരി ഉദ്ഘാടനം ചെയ്ത MR മുരളി പറഞ്ഞു. ഡയലോഗ് തിയേറ്റർ ഫെസ്റ്റിവൽ 20-21 തീയതികളിൽ മനുഷ്യരിയിൽ സംഘടിപ്പിക്കും. ഡയലോഗ് തിയേറ്റർ ഫെസ്റ്റിവൽ 2026 ഭാഗമായാണ് ഷൊർണൂർ ചുടുവാലത്തൂരിലെ ജനബേരിയിൽ അഭിനയ പരിശീലന കളരിക്ക് തിങ്കളാഴ്ച മുതൽ തുടക്കം കുറിച്ചത്. ഷൊർണൂർ പ്രഭാതം കലാസാംസ്കാരിക കേന്ദ്രം ചെയർമാൻ MR മുരളി പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. നാടകം പ്രധാനപ്പെട്ട ഒരു മാധ്യമമായി വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന് MR മുരളി പറഞ്ഞു. നാടകം എന്നതിന് നമ്മുടെ കേരളീയ സമൂഹത്തിൽ ലോകത്താകെ ഇത്തരത്തിലുള്ള വർക്ക്ഷോപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ലോകത്താകെ നാടകം ഇന്നൊരു ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമമായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നു. കേരളത്തിന് വലിയ നാടക പാരമ്പര്യം, കേരളത്തിൻ്റെ നാടക പാരമ്പര്യം സാധാരണ മനുഷ്യരുടെ ജീവിതത്തോടൊപ്പം ഇങ്ങനെ സഞ്ചരിച്ചതാണ് കേരളത്തിൻ്റെ നാടക പാരമ്പര്യം. ജീവിതത്തോടൊപ്പം സഞ്ചരിച്ചപ്പോൾ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നാടകങ്ങൾ വലിയ പങ്ക്. സാധാരണ മനുഷ്യന് ഒരു ജീവിത അവബോധം ഉണ്ടാക്കി കൊടുക്കാനും
ജീവിതം എന്താണ് എന്ന് തിരിച്ചറിയാനും എങ്ങനെയാണ് ജീവിതം മുന്നോട്ട് പോകേണ്ടത് എന്ന് നിശ്ചയിക്കാനുമൊക്കെ പ്രേരണയായി സഹായകമായി നാടകം നമ്മുടെ നാട്ടിൽ ഒരു പ്രധാനപ്പെട്ട റോൾ വഹിച്ചു. ചടങ്ങിൽ ഫെസ്റ്റിവൽ ഡയറക്ടർ അഭിമന്യു വിനയകുമാർ അധ്യക്ഷത വഹിച്ചു. രാജീവ് പിള്ളത്ത്, ദിനേശ് ബാബു, അനന്തകുമാർ, പ്രജിത്ത് എന്നിവർ സംസാരിച്ചു. 3 ദിവസങ്ങളായി ജനപേരി സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ സഹകരണത്തോടുകൂടിയാണ് അഭിനയ പരിശീലന കളരി സംഘടിപ്പിച്ചിരിക്കുന്നത്. 25 പേർ പരിശീലനത്തിൽ പങ്കെടുത്തു വരുന്നുണ്ട്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഡയലോഗ് തിയേറ്റർ ഫെസ്റ്റിവലിനെ കേരളത്തിൽ തന്നെ ഒരു സുപ്രധാന തിയേറ്റർ ഫെസ്റ്റിവലാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്ന് ഫെസ്റ്റിവൽ ഡയറക്ടർ അഭിമന്യു വിനയകുമാർ പറഞ്ഞു. മെയ് 20-21 തീയതികളിൽ മനുഷ്യരിയിൽ സംഘടിപ്പിക്കുന്ന ഫെസ്റ്റിവലിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി. കേരളത്തിലുടനീളമുള്ള വിവിധ നാടകപ്രേമികളും ആസ്വാദകരും ഫെസ്റ്റിവലിന്റെ ഭാഗമാകുമെന്ന് അഭിമന്യു STVയോട് പറഞ്ഞു. വരും വർഷങ്ങളിൽ വലിയ സ്വപ്നത്തോടു കൂടിയാണ് ഈ ഫെസ്റ്റിവലിനെ നോക്കിക്കാണുന്നെന്നും ഫെസ്റ്റിവൽ ഡയറക്ടർ അഭിമന്യു വിനയകുമാർ പറഞ്ഞു. കേരളത്തിൽ തന്നെ ഒരു സുപ്രധാനമായ ഫെസ്റ്റിവലാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്നും അഭിമന്യു കൂട്ടിച്ചേർത്തു. കേരളത്തിലെ തന്നെ ഒരു സുപ്രധാനമായിട്ടുള്ള തിയേറ്റർ ഫെസ്റ്റിവലാക്കി ഇതിനെ മാറ്റുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ വർഷം ഫെസ്റ്റിവൽ ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട 2 പ്രൊഡക്ഷൻസ് തന്നെ നമ്മൾ അണിനിരത്തിയിട്ടുണ്ട്. ജോഗുമഠത്തിൻ്റെ മാടൻ മോക്ഷവും അരുൺ ലാലിൻ്റെ കൂക്കുവും അതിന് പുറമെ ജനപേരിയുടെ ഭൂതക്കണ്ണാടിയും ഒരു റൂട്ട്സ് തിയേറ്റർ എൻസംബിൾ എന്ന് പറയുന്ന ഒരു മ്യൂസിക്കൽ പെർഫോമൻസ് അടങ്ങുന്ന ഒരു 4 പെർഫോമൻസുകൾ അടങ്ങുന്ന ഒരു ഫെസ്റ്റിവലാണ് 2 ദിവസം കൊണ്ട് നടക്കുന്നത്. പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് പ്രധാനപ്പെട്ട പ്രാക്ടീഷണേഴ്സ് അണിനിരത്തിക്കൊണ്ടുള്ള ഒരു വർക്ക്ഷോപ്പ് 3 days ആയിട്ട് ജനപേരിയിൽ നടക്കണം. അങ്ങനെ ഒരു വലിയൊരു പരിപാടി നമ്മൾ ഇത്തവണ തന്നെ തീരുമാനിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഷൊർണൂർ ജനപേരിയുടെ ഭൂതക്കണ്ണാടി എന്ന നാടകവും ഫെസ്റ്റിവലിലുണ്ട്. ആദ്യ നാടകം മരുതൻ തിയേറ്റർ ഗ്രൂപ്പിൻ്റെ മാടൻ മോക്ഷം നാടകമാണ്. കേരളത്തിൽ ഉടനീളമുള്ള വിവിധ നാടക പ്രേമികളും ആസ്വാദകരും ഫെസ്റ്റിവലിൻ്റെ ഭാഗമാകുമെന്നും സംവിധായകരുമായി പ്രത്യേക ചർച്ചകൾ നടത്തുമെന്നും അഭിമന്യു പറഞ്ഞു. അതായത് ആലപ്പുഴയിൽ നിന്നുള്ള ജോബ് മഠത്തിൽ സംവിധാനം ചെയ്യുന്ന മരുതം തിയേറ്റർ ഗ്രൂപ്പിൻ്റെ മാടൻ മോക്ഷം എന്ന് പറയുന്ന നാടകമാണ് ആദ്യത്തെ ദിവസം. 2ാമത്തെ ദിവസം കുഹു എന്ന് പറയുന്ന അരുൺലാലിൻ്റെ ലിറ്റിലർ തിയേറ്ററിൻ്റെ അരുൺലാൽ സംവിധാനം ചെയ്യുന്ന നാടകമാണ് 2ാമത്തെ. പിന്നെ ഇതിൽ വർക്ക്ഷോപ്പിൽ പ്രധാനപ്പെട്ട പ്രാക്ടീഷണേഴ്സായിട്ട് ഇപ്പോൾ ജോബും അരുൺലാലിനും പുറമെ ശ്രീജ ആറങ്ങോട്ടുകര, അതുപോലെ വരുൺ മാധവ്, കടമ്പഴിപ്പുറം നാട്യശാസ്ത്രയിലെ വരുൺ മാധവ്, പാഠശാലയിലെ ശ്രീജ ആറങ്ങോട്ടുകര തുടങ്ങി പ്രധാനപ്പെട്ട പ്രാക്ടീഷണേഴ്സൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നുണ്ട്. കേരളത്തിൽ നിന്നുടനീളമുള്ള വിവിധ നാടക പ്രേമികളും ആസ്വാദകരും ഒക്കെ ഈ ഫെസ്റ്റിവലിന് എത്തിച്ചേരുന്നുണ്ട്. അതിന് പുറമെ നാടകത്തിന് ശേഷം ഡയറക്ടേഴ്സ് മീറ്റും ഉണ്ടായിരിക്കും. ഓരോ സംവിധായകരായിട്ടും പ്രത്യേക ഡിസ്കഷൻ വേറെ ഉണ്ടായിരിക്കും. ഫെസ്റ്റിവലിൻ്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പഴയലിക്കിടി മുത്തുമാരിയമ്മൻ ക്ഷേത്രത്തിൽ നടന്ന കുരുന്നുകളുടെ പഞ്ചാരിമേളം അരങ്ങേറ്റം ശ്രദ്ധേയമായി. പ്രശസ്ത ചെണ്ടകലാകാരൻ സദനം ഗോപാലകൃഷ്ണനും 35-ലധികം വിദ്യാർത്ഥിനികളും ചേർന്ന് 1 മണിക്കൂറോളം നീണ്ടുനിന്ന പഞ്ചാരിമേളം കാണികൾക്ക് ഏറെ ഹരമായി. അശ്വിൻ, സായി കൃഷ്ണ, ഹർഷവർദ്ധൻ, സഞ്ജയ്, ഹൃദിൻ, ശരൺ, ജിനീഷ്, നീരവ്, ആദർശ്, അഭ്യുത് എന്നീ 10 വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റവും അവരോടൊന്നിച്ച് 12 പെൺകുട്ടികളും 12 ആൺകുട്ടികളും ഇടംതലയിലും വലംതല, ഇലത്താളം, കൊമ്പ്, കുഴൽ എന്നിവയും ചേർന്ന് 65-ലധികം വരുന്ന കലാകാരന്മാർ പങ്കെടുത്ത പഞ്ചാരിമേളം 1000-ലധികം വരുന്ന കാണികളുടെ മനം കവർന്നു. കാണികളായ ആസ്വാദകർ സ്ത്രീ പുരുഷ ഭേദമില്ലാതെ താളത്തിനൊത്ത് തുള്ളിയത് മേളക്കാർക്ക് ഹരമായിരുന്നുവെന്ന് മേളപ്രമാണിയായ സദനം ഗോപാലകൃഷ്ണനും സംഘവും അറിയിച്ചു. ഇങ്ങനെയുള്ള ചെണ്ടമേളം ഇതുവരെ ഈ ക്ഷേത്രത്തിൽ നടന്നിട്ടില്ലെന്നും വരും വർഷങ്ങളിലും ചെണ്ടമേളം വേണമെന്നും സംഘാടകർ ആവശ്യപ്പെട്ടെന്നും ഗോപാലകൃഷ്ണൻ പറഞ്ഞു. ഗാന്ധി സേവാ സദനം കഥകളി അക്കാദമിയിൽ പഠിച്ച് അവിടെ തന്നെ 1984 അധ്യാപകനായും 2017 മുതൽ 2025 വരെ പ്രിൻസിപ്പലായും സേവനമനുഷ്ഠിച്ചു. നാട്ടിൽ നിന്നും 1000-ലേറെ കലാകാരന്മാരെയും കലാകാരികളെയും വാർത്തെടുത്തു. ഇനിയും കൂടുതൽ കലാകാരന്മാരെ വാർത്തെടുത്ത് ലക്കിടി ഒരു കലാഗ്രാമമാക്കി മാറ്റുക എന്ന ലക്ഷ്യം മാത്രമേ ഗോപാലകൃഷ്ണന്റെ മനസ്സിലുള്ളൂ. 100-ലധികം വിദ്യാർത്ഥിനികൾ പേരൂർ ഭജനമഠത്തിൽ ഇപ്പോഴും ചെണ്ട അഭ്യസിക്കുന്നുണ്ട്. അതിൽ അച്ഛനും മകനും അമ്മയും മക്കളും മുത്തച്ഛനും പേരമക്കളടക്കം പരിശീലനത്തിനെത്തുന്നുണ്ട്. കല പഠിക്കാൻ വയസ്സൊരു പ്രശ്നമല്ലെന്ന് ഗോപാലകൃഷ്ണൻ പറയുന്നു. അവരൊക്കെ അത്രയും നന്നായി കൊട്ടുന്നവർ തന്നെയാണ്. ആദ്യമായിട്ട് കൊട്ടുകയാണ് അവർ, പക്ഷെ നന്നായി കൊട്ടും. എല്ലാവരും ആസ്വദിക്കണം. പിന്നെ അതുപോലെ തന്നെ അവരുടെ ഒപ്പം
ഒരു 10-12ഓളം പെൺകുട്ടികളെ, എവിടെ പെൺകുട്ടികളൊക്കെ അവിടെ ഉണ്ടല്ലോ, 12ഓളം പെൺകുട്ടികളും കൂട്ടുന്നുണ്ട്. 10-15 ആൾക്കാരോളം വന്നിരുന്നു, പേര് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ 12 വന്നിട്ടുള്ളൂ തോന്നുന്നു. കൂടെ ആൺകുട്ടികൾ കുറച്ച് ആൾക്കാർ പിന്നെ കൂട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ബാക്കിൽ എങ്ങനെയും ഒക്കെ എല്ലാവരും കൂടെ കൊമ്പ്, കൊള്ളി, വലന്തല, ഇലത്താളം ഇതെല്ലാം കൂടെ ഒരു 65 പേരോളം ഉണ്ട് അല്ലേ? 65ലധികം കുട്ടികളാണ്. കുട്ടികളും ആശാന്മാരും ഒക്കെ പാടെയാണ് കൂട്ടുന്നത്. അപ്പോൾ അത് ഗംഭീരമാവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഉടമയും തൊഴിലാളികളും കൈകോർത്തതോടെ A+ നേടിയ മുഴുവൻ വിദ്യാർത്ഥികൾക്ക് വേറിട്ട അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചു. മണ്ണൂരിലെ സാമൂഹ്യ പ്രവർത്തകൻ വിശ്വംഭരൻ പത്തിരിപ്പാല GVHSൽ നിന്നും സമ്പൂർണ്ണ A+ നേടിയ 14 വിദ്യാർത്ഥികളെയാണ് വില കൂടിയ കേക്കും ഉപഹാരവും നൽകി അനുമോദിച്ചത്. മണ്ണൂരിലെ സെന്റർ പോയിന്റ് ബേക്കറി ഉടമയും സാമൂഹ്യ പ്രവർത്തകനുമായ വിശ്വംഭരനും ജോലി ചെയ്യുന്ന തൊഴിലാളികളും ചേർന്ന് ഒരു ദിവസത്തെ വേതനം അനുമോദനത്തിലേക്കുള്ള ചിലവിലേക്ക് നീക്കിവെക്കുകയായിരുന്നു. അനുമോദന സദസ്സ് മണ്ണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR ശശി ഉദ്ഘാടനം ചെയ്തു. വിശ്വംഭരനും തൊഴിലാളികളെയും സുമനസിനെ ബഹുമാനിക്കുന്നതായും ജീവിതത്തിൽ ഇങ്ങനെ ഒരു മാതൃക കണ്ടിട്ടില്ലെന്നും മറ്റുള്ളവർക്കും ഇത് മാതൃകയാക്കാമെന്നും ഉദ്ഘാടകൻ TR ശശി പറഞ്ഞു. മൂന്നാമത്തെ തവണയാണ് 100% വിജയം നേടുന്നത്. 3 തവണയും HM അനിത ടീച്ചറായി. ആ 3 തവണയ്ക്കും മുമ്പ് ഒരു വിദ്യാർത്ഥി പരാജയപ്പെട്ടു. ആ വിദ്യാർത്ഥി പരാജയപ്പെടാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് ആ കുട്ടി പരീക്ഷ എഴുതിയില്ല. ആ കുട്ടി പരീക്ഷ എഴുതാണ്ടായപ്പോൾ സ്വാഭാവികമായിട്ട് ജയിക്കില്ലല്ലോ. പക്ഷെ അന്ന് PTA പ്രസിഡന്റ് ഞാനായിരുന്നു. എനിക്കത് വളരെ സങ്കടം ഉണ്ടായിരുന്നു. അതായത് ഒരു വിദ്യാർത്ഥി തോൽക്കുകയും ചെയ്ത് ഞാനാണെന്ന് PTA പ്രസിഡന്റ്. എനിക്കത് വളരെ സങ്കടം ഉണ്ടായിരുന്നു. ഞങ്ങൾ പറഞ്ഞ പത്തിരിപ്പാല ഹയർ സെക്കൻഡറി സ്കൂൾ PTA പ്രസിഡന്റ് സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക അനിത മുഖ്യാതിഥിയായി. PTA-യും അധ്യാപകരുടെയും കൂട്ടായ പ്രവർത്തനമാണ് GVHSൽ നിന്നും 100% വിജയത്തിലെത്താനായതെന്നും HM അനിത പറഞ്ഞു. സ്ഥാപന ഉടമയെയും ജീവനക്കാരെയും അഭിനന്ദിച്ചു. വാർഡംഗം നൂർജഹാൻ, N തങ്കപ്പൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ സുരേഷ്, സാമൂഹ്യ പ്രവർത്തകൻ വിജയൻ നഗരിപ്പുറം, സ്ഥാപന ഉടമ വിശ്വംഭരൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് A+ നേടിയ 14 വിദ്യാർത്ഥികൾക്ക് കേക്കും ഉപഹാരവും പഞ്ചായത്ത് പ്രസിഡന്റ് സമ്മാനിച്ചു. അരുന്ധതി കൃഷ്ണ, അതുല്യ, ഫർസാന, ജ്യോതിഷ, കൃഷ്ണപ്രിയ, മുനീറ, നബീസുത്തുൽ സൈനബ, സ്നേഹ, ഗൗരിലക്ഷ്മി, തന്മയ, വൈഷ്ണ, അമീർ, അനന്തകൃഷ്ണ, മിഥുൻ H നായർ എന്നീ വിദ്യാർത്ഥികൾക്കാണ് ആദരം നൽകിയത്. ആദരവിന് വിദ്യാർത്ഥികൾ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രശസ്ത കഥാകൃത്ത് മുണ്ടൂർ കൃഷ്ണൻകുട്ടിയുടെ സ്മരണാർത്ഥം മുണ്ടൂർ കൃഷ്ണൻകുട്ടി സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പുരസ്കാരത്തിന് കഥാകൃത്ത് TP വേണുഗോപാൽ അർഹനായതായി ട്രസ്റ്റ് ചെയർമാൻ ശെൽവരാജ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. TP വേണുഗോപാലിന്റെ തുന്നൽക്കാരൻ എന്ന ചെറുകഥാ സമാഹാരത്തിനാണ് പുരസ്കാരം. 25,000 രൂപ, ഫലകം, പ്രശസ്തി പത്രം എന്നിവയടങ്ങുന്ന പുരസ്കാരം ജൂൺ 7 മുണ്ടൂരിൽ നടക്കുന്ന മുണ്ടൂർ കൃഷ്ണൻകുട്ടി അനുസ്മരണ സമ്മേളനത്തിൽ സമർപ്പിക്കും. സമകാലിക കേരള ജീവിതത്തിലെ പുറംമോടികളെയും അരാഷ്ട്രീയത്തെയും ചരിത്രബോധത്തെ മൂല്യച്യുതികളെയും നിശിതമായി വിമർശിക്കുന്ന വേണുഗോപാൽ സർഗാത്മകമായും സൂക്ഷ്മമായും സാമൂഹിക സമസ്യകളെ വിശകലനം ചെയ്യുന്നുണ്ടെന്നും ജൂറി അംഗങ്ങളായ വൈശാഖൻ, ഡോക്ടർ KP മോഹനൻ, അശോകൻ ചെരുവിൽ എന്നിവർ വിലയിരുത്തിയതായും ശെൽവരാജ് പറഞ്ഞു. സമകാലിക കേരളീയ ജീവിതത്തിലെ പുറംപോടിപ്പുളമ്പുകളെയും അരാഷ്ട്രീയതയെയും ചരിത്രബോധരാഹിത്യത്തെയും മൂല്യച്യുതികളെയും നിശിതമായി വിമർശിക്കുന്ന കഥകളാണ് വേണുഗോപാലിൻ്റേത്. അതേസമയം കേരളം ഒരു ചരിത്രം നിർമ്മിച്ചത് എങ്ങനെയെന്ന സർഗാത്മകമായ അന്വേഷണവും ഈ കഥകളിൽ പ്രകടമാണ്. ഇത്തരം പ്രത്യക്ഷത്തിനപ്പുറം നിൽക്കുന്ന കേരളത്തിൻ്റെ സാമൂഹ്യ സമസ്യകളെ സൂക്ഷ്മമായി വിശകലനം ചെയ്യുന്ന ശില്പഭദ്രതയും വേണുഗോപാലൻ്റെ കഥകളിൽ പ്രകടമാണെന്ന് ജൂറി വിലയിരുത്തുന്നു. ജൂൺ 7 മുണ്ടൂരിൽ വെച്ച് നടക്കുന്ന അനുസ്മരണ സമ്മേളനത്തിൽ അവാർഡ് സമർപ്പിക്കും. സമ്മേളനം പ്രശസ്ത നോവലിസ്റ്റ് ബെന്യാമിൻ ഉദ്ഘാടനം ചെയ്യും. മാനേജിംഗ് ട്രസ്റ്റി P ചന്ദ്രശേഖരൻ, ട്രസ്റ്റ് അംഗങ്ങളായ VP ശശികുമാർ, V രഘുനാഥ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. BMS ചുമട്ടുതൊഴിലാളി യൂണിയനിൽ നിന്നും വിരമിക്കുന്ന MC രവിക്ക് കുളപ്പുള്ളി BMS ഓഫീസിൽ വെച്ച് യാത്രയയപ്പ് നൽകി. സംഘടനാ ജില്ലാ പ്രസിഡന്റ് മണികണ്ഠൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ജയരാജ് അധ്യക്ഷത വഹിച്ചു. BMS പാലക്കാട് ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശശി ചോറോട്ടൂർ, 8ാം വാർഡ് കൗൺസിലർ A ഗോപകുമാർ, രാജേഷ്, മറ്റ് യൂണിറ്റ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. യാത്രയയപ്പ് എന്ന് പറയുമ്പോൾ റിട്ടയർമെന്റ് ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ
ജോലി റിട്ടയർമെൻ്റ് എടുത്തു, വീട്ടിൽ ഒതുങ്ങിയിരുന്നു, അങ്ങനെ ഒരു റിട്ടയർമെൻ്റാണ് എല്ലാവരും കണക്കാക്കുന്നത്. പക്ഷേ ആ ഒരു റിട്ടയർമെൻറ്റ് കാലമല്ല അപ്പം നമുക്ക് രവിയേട്ടനോട് എന്ന് പറയാനുള്ളത്. ജോലിയിൽ നിന്ന് വിരമിച്ചാലും വീട്ടിൽ ഒതുങ്ങിയിരുന്ന് ജീവിക്കാനുള്ള റിട്ടയർമെൻ്റ് ഇല്ല നമുക്ക്. നമ്മളെ 60 പറഞ്ഞ പോലെ 60 വയസ്സായി റിട്ടയർമെൻ്റ് ആകുന്നത് അത് ഏതൊരു ജോലിയിൽ നിന്നുള്ള ഇതുപോലുള്ള ബോർഡിൽ സർക്കാരിൻ്റെ ജോലി എന്നുള്ള സംഗതി മാത്രമാണ്. 60 വയസ്സായി കഴിഞ്ഞാൽ റിട്ടയർമെൻ്റായി ജോലി റിട്ടയർമെൻ്റ് ആവും. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ രവിയേട്ടന് ഇനിയും ചുറുചുറുക്കോട് കൂടി നമ്മളെല്ലാവരും സഹായിക്കുന്നതിനും ഇതുവരെയുള്ള സഹായങ്ങൾ പോലെ ഇനിയും സഹായിക്കാനും. NSS കരയോഗം ചെറുതുരുത്തി യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗവും പൈങ്കുളത്ത് നടന്നു. വടക്കാഞ്ചേരി താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഋഷികേശ് ഉദ്ഘാടനം ചെയ്തു. 10-20 വർഷം രാജ്യത്തെ വളർത്തി വലുതാക്കി വിദ്യാഭ്യാസം ചെയ്യിച്ച അച്ഛനമ്മയും ഒരു ദിവസം ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ കണ്ട 2 ആഴ്ച മാത്രം പരിചയമുള്ള ഒരാളുടെ അല്ലെങ്കിൽ ഒരുത്തൻ്റെ കൂടെ പോകാനും ഇതുവരെ തുടർന്ന സംസ്കാരമെല്ലാം തെറ്റായി പോയി എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാനും അച്ഛനും അമ്മയ്ക്കും കോടതിയിലും പോലീസ് സ്റ്റേഷനിലും കയറി ഇറങ്ങേണ്ട അവസ്ഥ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാകരുത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഇതിന് വേറെ യാതൊരു മാർഗവുമില്ല. ഇത് നമ്മുടെ യഥാർത്ഥമായിട്ടുള്ള പുരാണങ്ങളും ആധ്യാത്മികതയും എന്താണെന്ന് അവരെ മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമേ ഇതിന് മാർഗമുള്ളൂ. കരയോഗം പ്രസിഡന്റ് റിട്ടയർഡ് അധ്യാപകൻ KT രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KA മുരളീധരൻ റിപ്പോർട്ട് അവതരിപ്പിക്കുകയും ട്രഷറർ NG ഗിരീഷ് കുമാർ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. വനിതാ സമാജം പ്രസിഡന്റ് AV സുഭദ്ര തുടങ്ങിയവർ സംസാരിച്ചു. വൈസ് പ്രസിഡന്റ് KM ശങ്കരനാരായണൻ സ്വാഗതവും വനിതാ സമാജം സെക്രട്ടറി രാധാ വിശ്വനാഥൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് നടന്ന പൊതുയോഗം താലൂക്ക് യൂണിയൻ ഭരണസമിതി നിരീക്ഷകൻ A രാധാകൃഷ്ണൻ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. പ്രസിഡന്റായി KT രാമചന്ദ്രൻ, സെക്രട്ടറി KM മുരളീധരൻ, ട്രഷറർ NG ഗിരീഷ് കുമാർ അടങ്ങുന്ന 11 അംഗ കമ്മിറ്റിയാണ് തിരഞ്ഞെടുത്തത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. വാടാനംകുറിശി ശ്രീ ചോറോട്ടൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ 3 ദിവസങ്ങളിലായി നടത്തുന്ന പ്രതിഷ്ഠാദിന മഹോത്സവവും ദ്രവ്യകലശാഭിഷേകവും ചൊവ്വാഴ്ച മുതൽ ആരംഭിക്കും. കരിയന്നൂർ ഭവത്രാധൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം നൽകും. ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. വാടാനംകുറിശി ശ്രീ ചോറോട്ടൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവവും ദ്രവ്യകലശാഭിഷേകവും 3 ദിവസങ്ങളായിട്ടാണ് സംഘടിപ്പിക്കുക. 19-ന് ചൊവ്വാഴ്ച ചടങ്ങുകൾക്ക് തുടക്കമാകും. അന്നേ ദിവസം കലവറ നിറയ്ക്കൽ നടക്കും. 2-ാം ദിവസമായ 20-ന് ബുധനാഴ്ച രാവിലെ മഹാഗണപതി ഹോമം, ബിംബശുദ്ധി, കലശപൂജ, ദ്രവ്യകലശപൂജ, വൈകിട്ട് അധിവാസഹോമം തുടങ്ങിയ ചടങ്ങുകളും നടക്കും. 21-ന് വ്യാഴാഴ്ച 3-ാം ദിവസം രാവിലെ ഗണപതി ഹോമം, അധിവാസം, വിടർത്തിപൂജ, ഉഷപൂജ, ദ്രവ്യകലശാഭിഷേകം, ബ്രഹ്മകലശാഭിഷേകം തുടങ്ങിയവയും നടക്കും. അന്നേ ദിവസം രാവിലെ 11 മണിക്ക് ഭഗവതിയുടെ പിറന്നാൾ സദ്യയും ഉണ്ടായിരിക്കും. വൈകിട്ട് 4 മണിക്ക് സർവൈശ്വര്യ പൂജയും ഉണ്ടായിരിക്കും. 3 ദിവസത്തെ ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി കരിയന്നൂർ ഭവത്രാധൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം നൽകും. ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മാറ്റുലി സാമുദായിക സമവാക്യങ്ങൾ നോക്കാതെ ഇന്ന് ഒരു മന്ത്രിസഭ പോലും രൂപീകരിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് കേരളം. ഇത് ജനാധിപത്യമാണോ? മാറ്റുലിക്ക് ലഭിച്ച പ്രതികരണങ്ങളിലേക്ക്. കേരളത്തിലെ പുതിയ മന്ത്രിസഭ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുകയാണ്. ഈ മന്ത്രിസഭയിലെ അംഗങ്ങളെ തീരുമാനിക്കുന്നതിനായി നിരവധി സാമുദായിക സമവാക്യങ്ങൾ രൂപപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നേതൃത്വം, പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ നേതൃത്വം അവകാശപ്പെടുന്നുണ്ട്. ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ ഇങ്ങനെ ഒരു സാമുദായികമായ ഒരു പ്രാതിനിധ്യം എന്നുള്ള ഒരു പരിഗണനയൊന്നും നൽകേണ്ട ഒരാവശ്യവുമില്ല. കാരണം ഇതൊരു ജനാധിപത്യ രാഷ്ട്രമാണ്. ഇവിടെ അടിസ്ഥാനപരമായി സമ്മതിദായകനാണ് ഗവൺമെൻറ്റിനെയും അല്ലെങ്കിൽ ജനപ്രതിനിധികളെയും തീരുമാനിക്കുന്നത്. അവിടെ സമുദായത്തിനോ മറ്റോ ഉള്ള യാതൊരു പങ്കുമില്ല. അത്തരം പങ്കു വരുന്നത് രാഷ്ട്രത്തിൻ്റെ പുരോഗതിക്ക് തടസ്സമേ ആവുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. ഡിപ്പെൻഡബിൾ ഓൺ വോട്ട് ബാങ്കിങ് എന്ന് പറയുന്ന ഒരു രീതിയിലൂടെയാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയം പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ പറയുന്നത്, ഇപ്പോൾ തിണ്ണ നിരങ്ങുക എന്നൊക്കെ പറയുന്ന വലിയ ആരോപണങ്ങൾ പലരും നടത്തുകയും എന്നാൽ നിഷേധിക്കുകയും ചെയ്യാറുണ്ട് രാഷ്ട്രീയത്തിൽ. പക്ഷേ ഇത് തിണ്ണ നിരങ്ങാതെ ഏത് നേതാവ് വോട്ട് പിടിക്കും? രഹസ്യമായിട്ടെങ്കിലും കാറിൻ്റെ നമ്പർ പ്ലേറ്റ് മാറ്റിയിട്ട് വരെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പോയ കഥയൊക്കെ ഫ്ലാഷായതാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഓരോ സംഘടനാ നേതാക്കളും അവരുടെ ആളുകൾക്ക് രഹസ്യമായി നിർദ്ദേശം കൊടുത്ത് ആർക്ക് വോട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നു. ആ സംഘടനകൾ പരസ്യമായി പ്രഖ്യാപിക്കുന്നു.
തെരഞ്ഞെടുപ്പിന് ശേഷം വിജയാഹ്ലാദ റാലികൾ നടത്തുന്നു ചില സാമുദായിക സംഘടനകൾ. ഇതൊരു പരസ്യമായ രഹസ്യമാണ്. അതുള്ളിടത്തോളം കാലം മന്ത്രിമാരെ നിശ്ചയിക്കും. ഇപ്പോൾ തന്നെ ഇന്നലെ ഒരു ഫാദർ, ഒരു അച്ഛൻ പരസ്യമായി പറഞ്ഞിരിക്കുന്നു, മന്ത്രിസഭയിൽ ഞങ്ങൾക്ക് ആവശ്യമായ പ്രാതിനിധ്യം കിട്ടിയില്ല, ഞങ്ങളെ ചതിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ വലിയ നാണം കെട്ടൊരവസ്ഥയാണിത് എന്നുള്ള സംശയമൊന്നുമില്ല. ജനാധിപത്യത്തിൽ നിന്നൊക്കെ വഴിതെറ്റി പോയിരിക്കുന്നു കാലം. അപ്പോൾ ജനങ്ങളിതൊക്കെ കാണാൻ വിരിക്കപ്പെട്ടവർ ഭരണം കിട്ടാൻ വേണ്ടി നാടകങ്ങൾ കളിക്കുന്ന പാർട്ടികളായി രാഷ്ട്രീയ പാർട്ടികളും അതിൻ്റെ മറവിൽ സമ്പാദിക്കാനുള്ള ഒരു മേഖലയായി ഭരണത്തെയും കാണുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ദുര്യോഗം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലക്കാടിന്റെ മന്ത്രിതിളക്കത്തിൽ മാറ്റുകൂട്ടി എൻ ഷംസുദ്ദീൻ. 2011 മുതൽ തുടർച്ചയായി 3 തവണ മണ്ണാർക്കാട് അസംബ്ലി നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ച ഷംസുദ്ദീൻ 4ാം തവണ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. കെ എ തുളസി മന്ത്രിപദത്തിൽ. കോങ്ങാട് ഇടത് കോട്ട പൊളിച്ച് കെ എ തുളസി എന്ന വനിതാ നേതാവിന്റെ നിയമസഭാ പ്രവേശം. 1994 മുതൽ കോൺഗ്രസിലെ സജീവ സാന്നിധ്യം. ഒ ജെ ജനീഷിന്റെ മന്ത്രിസ്ഥാനം തൃശൂർ ജില്ലയ്ക്ക് ലഭിച്ച അംഗീകാരമാണെന്ന് തൃശൂർ DCC അധ്യക്ഷൻ ജോസഫ് ടാജറ്റ്. ജില്ലയിലെ മുഴുവൻ കോൺഗ്രസുകാരുടെ പേരിലും അഭിനന്ദനം അറിയിക്കുന്നതായും ജോസഫ് ടാജറ്റ്. പ്രതീക്ഷിക്കാതെ ലഭിച്ച മന്ത്രിപദത്തിൽ ഏറെ സന്തോഷത്തിൽ ജനീഷിന്റെ കുടുംബം. പിന്നിട്ട വഴികൾ ഏറെ ദുരിതം മകന് നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് അമ്മ പുഷ്പ. ജനീഷിന്റെ കഠിന പ്രയത്നത്തിന്റെ ഫലമാണ് പുതിയ പദവിയെന്ന് ഭാര്യ ശ്രീലക്ഷ്മി. പിന്നോക്ക വകുപ്പ് മന്ത്രിയായ കെ എ തുളസിക്കും UDF സർക്കാരിനും അഭിവാദ്യമർപ്പിച്ച് കോങ്ങാട് മണ്ഡലത്തിൽ മധുര വിതരണം. UDF മന്ത്രിസഭയുടെ സ്ഥാനാരോഹണം പായസം വിതരണം ചെയ്തും ആഹ്ലാദ പ്രകടനം നടത്തിയും പാലക്കാട് ടൗൺ നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആഘോഷിച്ചു. UDF മന്ത്രിസഭാ അധികാരമേറ്റത്തിൽ ഷൊർണൂർ STU മുനിസിപ്പൽ കമ്മിറ്റി നേതൃത്വത്തിൽ ലഡു വിതരണം. തൃശൂരിൽ നഗരം ചുറ്റി കോൺഗ്രസിന്റെ ആഹ്ലാദ പ്രകടനം. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത VD സതീശനു വേണ്ടി ഒറ്റപ്പാലം അമ്പലപ്പാറ മുതലപ്പാറ ഭഗവതി ക്ഷേത്രത്തിൽ പായസ വഴിപാട്. മണ്ണുത്തി വടക്കുംചേരി ദേശീയപാതയിൽ വാഹനാപകടത്തിൽ 2 സ്ത്രീകൾക്ക് ദാരുണാന്ത്യം. ഒരാളുടെ നില അതീവ ഗുരുതരം. തൃശൂർ എടത്തുരുത്തിയിൽ മദ്യപാനത്തെ തുടർന്നുണ്ടായ വാക്കുതർക്കം കൊലപാതകത്തിൽ കലാശിച്ചു. യുവാവിനെ കുത്തി കൊലപ്പെടുത്തിയ കേസിൽ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയും അയൽവാസിയുമായ അനൂപിനെ മണിക്കൂറുകൾക്കുള്ളിൽ പോലീസ് പിടികൂടി. സ്കൂൾ കുട്ടികൾക്കും മറ്റും വിൽപ്പന നടത്തുന്നതിനായി സൂക്ഷിച്ച ഹെറോയിനുമായി ഇതര സംസ്ഥാന തൊഴിലാളി അസുദുൽ ഇസ്ലാം തൃശൂർ റൂറൽ പോലീസിന്റെ പിടിയിൽ. ഡയലോഗ് തിയേറ്റർ ഫെസ്റ്റിവലിനെ കേരളത്തിൽ തന്നെ ഒരു സുപ്രധാന തിയേറ്റർ ഫെസ്റ്റിവലാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്ന് ഫെസ്റ്റിവൽ ഡയറക്ടർ അഭിമന്യു വിനയകുമാർ. മെയ് 20-21 തീയതികളിലായി മനുഷ്യരിയിൽ നടക്കുന്ന ഫെസ്റ്റിവലിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായും കേരളത്തിലുടനീളമുള്ള വിവിധ നാടകപ്രേമികളും ആസ്വാദകരും ഫെസ്റ്റിവലിന്റെ ഭാഗമാകുമെന്നും അഭിമന്യു വിനയകുമാർ. ഡയലോഗ് തിയേറ്റർ ഫെസ്റ്റിവൽ 2026 ഭാഗമായി ഷൊർണൂരിൽ അഭിനയ കളരിക്ക് തുടക്കം. നാടകം പ്രധാനപ്പെട്ട മാധ്യമമായി വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന് MR മുരളി. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.